ഹായ് ഡിയേഴ്സ്, വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. ഹാപ്പി വിഷു. അപ്പോൾ അതാ വിഷുവിൻ്റെ അന്ന് ഇതാ ഞാൻ കണിയൊക്കെ വെച്ച് കണി ഒരുക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ രാത്രി കറണ്ട് പോയി പെട്ടെന്ന്. അപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻവേർട്ടർ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പിന്നെ 1:30 ഞാൻ ഉണർന്ന്. അപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോഴേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഉറങ്ങാണ്, വെറുതെ ഉണർത്തണ്ടല്ലോ എന്ന് ഞാൻ കണി വെച്ച് ശ്യാമേട്ടനെയും മക്കളെയൊക്കെ ഉണർത്തി കണി കാണിച്ചു. ഇത് ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പം 4 മണിയാണ് സമയം. അപ്പോൾ അതാ ഈ അമ്പലം മുന്നിലുള്ളത് കൊണ്ട് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്തൊരു ആവശ്യവും എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് അങ്ങോട്ട് പോവാലോ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. എന്നും നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ അമ്മയെ കാണാലോ, അമ്പലം കാണാലോ എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആരുമില്ല, തിരുമേനി മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിൽ നിറവിളക്ക് ഉണ്ട്, കത്തിക്കാൻ ആരുമില്ല. അപ്പം അവർ പറഞ്ഞു ഇന്നത് കത്തിക്കാൻ വേണ്ടി. അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് വരുന്നത്. ഇതാ വീട്ടിൽ വന്നതിന് ശേഷമാണ് റാമു പറഞ്ഞു അമ്മ വേഗം വരണം, എനിക്ക് പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞതാ. ഞാൻ വന്നതിന് ശേഷമാണ് റാമുദാ പടക്കം പൊട്ടിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വിളക്ക് ഇനിയുണ്ട് കത്തിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതിന് ശേഷം ഞാൻ വീണ്ടും പോയി ബാക്കി കൂടെ കത്തിയിട്ട് വരികയാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അമ്പലത്തിൽ ഓരോരുത്തർ വരാൻ തുടങ്ങിയത്. അപ്പോൾ റാമു പടക്കം പൊട്ടിക്കുന്നു. അപ്പം ഓരോ ഓണവും വിഷുവും ഒക്കെ നമ്മളെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോകും അല്ലേ. എന്തൊരാവശ്യം വരുമ്പോഴും നമ്മൾ പഴയ കാലം നമ്മളെ കുട്ടിക്കാലം ഓർമ്മയിൽ. എനിക്ക് ഈ വിഷു ഓണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തറവാട്ടിലാകുന്ന സമയത്ത് വലിയൊരു ബോക്സിൽ, ഒരു കാർട്ടൺ ബോക്സിലാണ് ഈ കമ്പിത്തിരി ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്കും ഓരോന്ന് വീതം. അപ്പോൾ ഇത്ര കയർ ഇത്ര, കമ്പിത്തിരി ഇത്ര, അങ്ങനെയാണ്. പിന്നെ ഈ ഒത്തിരി ഇതൊക്കെ വീട്ടിലേക്ക് വലിയ ആൾക്കാരൊക്കെയാണ് കത്തിക്കുക. ഞങ്ങൾക്കൊക്കെ കമ്പിത്തിരി കയറ് അങ്ങനെയൊക്കെയാണ് തരാം. സാധാരണ എല്ലാവരും വിഷുവിൻ്റെ അന്ന് തിരിക്കുന്നവരെ കത്തിച്ചും പൊട്ടിച്ചും തീർക്കും. എൻ്റേത് എന്താ ചെയ്യുന്നത് അന്നും ഇന്നും എനിക്ക് ഈ എടുത്ത് വെക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എന്ത് സാധനമായാലും ഡ്രസ്സായാലും എന്തായാലും അത് പിന്നീട് എന്ന് കരുതി ഇങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് അന്നും ഉണ്ട് ഇന്നുമുണ്ട്. എന്നിട്ട് എൻ്റെ കമ്പിത്തിരിയും കയറൊക്കെ ഞാൻ എടുത്ത് വെക്കും. എപ്പം ഒരു വർഷം കഴിഞ്ഞാലൊക്കെ ആയിരിക്കും പിന്നെ അത് വീട് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പിന്നെ അത് പൊട്ടലും കത്തലും ഒന്നും ഉണ്ടാവില്ല. എല്ലാ വർഷവും എൻ്റെ സ്ഥിതി ഇത് തന്നെ. അപ്പോൾ അതാ രാവിലത്തേതൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക, ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സംസാരിച്ചിരിക്കില്ല, അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഞാനും ശ്യാമേട്ടനും മക്കളിതാ. എൻ്റെ അടുക്കള പണി കഴിയുമ്പോഴേക്ക് മക്കളിതാ വാഷിംഗ് മെഷീനിൽ ഞാൻ പഴയ ഡ്രസ്സൊക്കെ അലക്കാനിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ മക്കളെടുത്ത് ആറിയിട്ട് എല്ലാ ദിവസവും മക്കളെ മടക്കി വെക്കുന്നതൊക്കെ. അപ്പോൾ അതാ അവരെ പണി ഒരു മുടക്കം കൂടാതെ ചെയ്ത് അപ്പോഴേക്കും ഞാനിതാ കണി വെച്ച പാത്രമൊക്കെ എടുത്ത് മാറ്റി തേച്ച് കഴുകി വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചാണ്. എനിക്ക് എല്ലാ പണിയും അപ്പം തന്നെ ചെയ്ത് നാളേക്ക് വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. വയ്യെങ്കിലും എനിക്ക് അപ്പം ചെയ്യണം. അപ്പോൾ അതെൻ്റെ കുക്കിങ്ങൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മോര് കറി, പൈനാപ്പിളിൻ്റെ മോര് കറി, കാബേജ് ഉപ്പേരി, അവിയൽ എല്ലാം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി. ഈ വർഷം കണ്ണനില്ല. കണ്ണൻ തലേ ദിവസം തന്നെ പോയിരുന്നു. ആവോലി പൊരിച്ചത്, സാമ്പാർ, പരിപ്പ് പ്രഥമൻ, സേമിയപ്പായസം. അപ്പോൾ സാധാരണ അച്ഛനും അമ്മയും വരാറുണ്ട് ഓണവും വിഷുവൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഈ വർഷം പറഞ്ഞു അവിടെ കണി വെച്ച വീടല്ലേ, അപ്പോൾ എല്ലാ ഓണത്തിനും വിഷുവിനും അവിടെ ഇങ്ങനെ വീട് പട്ടിണി ഇടുന്നല്ലോ എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് രണ്ടാളും വന്നിരുന്നു. ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ ദിവസമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഓണത്തിന് വിഷുവൊക്കെ ഇവിടെ തന്നെയായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാകുമ്പോൾ നിങ്ങളെ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതും നമ്മളൊരു വീടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും പോയി അവരിങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം അത് ഉച്ചയ്ക്ക് ഒരു പടക്കം പൊട്ടിക്കല്ല, കണി വെക്കുന്ന സമയത്ത് നമ്മൾ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പിന്നെ പടക്കം പൊട്ടിച്ച് ഭക്ഷണം. അതൊക്കെ പണ്ട് മുതലേ ഉള്ള, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അത് പടക്കം പൊട്ടിച്ചാൽ അവർ കണി വെച്ചു, ഉച്ചയ്ക്ക് പടക്കം പൊട്ടിച്ചാൽ അവർ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും കൂടെ ഭക്ഷണം വിളമ്പി ഞങ്ങൾ കഴിക്കുകയാണ്. പക്ഷേ
ഈ തവണ അച്ഛനും അമ്മയും ഇല്ല, കണ്ണനും ഇല്ലാത്തതുകൊണ്ട് സത്യത്തിൽ ആരും ഇല്ലാത്ത പോലെയുണ്ട്. ഞാനും ചാമേട്ടനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും ഇല്ലാത്ത പോലെയുണ്ട്. പക്ഷെ എന്നാലും വിഷു അല്ലേ, നമ്മളൊന്ന് അത് ഉഷാറാക്കണ്ടേ. അപ്പോൾ അതാ ഞങ്ങൾ 4 ആളും കൂടെ വിളമ്പി കഴിച്ചു. പണ്ടൊക്കെ നമ്മളെ തറവാട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഇത്രയും സദ്യ, ഇത്രയും ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. തലേ ദിവസം, അതായത് ചെറിയ ഓണത്തിന് ചെറിയ വിഷു അങ്ങനെ പറയില്ലേ, അന്നത്തെ ദിവസം ഈ സാമ്പാർ, പരിപ്പ്, മീൻകറി, മീൻ പൊരിച്ച, ഉപ്പേരി, പപ്പടം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും. ഈ ഒരുപാട് സദ്യ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം നെയ്ച്ചോറും ചിക്കൻ കറിയാണ്, അല്ലെങ്കിൽ ബിരിയാണി. അങ്ങനെയാണ് പണ്ട് മുതലേ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ നേരെ തിരിച്ചാക്കി. അതായത് തലേ ദിവസം ചിക്കനും ഇതൊക്കെ വെക്കും. അതായത് പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന്, ഓണത്തിൻ്റെ അന്ന് ഫുൾ സദ്യ. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വീണ്ടും വിളക്ക് കത്തിച്ചപ്പോൾ ശ്യാമേട്ടൻ നമുക്ക് ഇന്ന് ഹൈലൈറ്റ് മാളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയുണ്ട് പറയുന്നത് ബീച്ചിലൊക്കെ ബ്ലോക്ക്, അങ്ങോട്ടേക്ക് വണ്ടി വിടുന്നേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി വെറുതെ ഇനി വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തിരിച്ച് വരണ്ടല്ലോ എന്ന് കരുതി നാളെ പോകാൻ കരുതി. അപ്പോൾ ബാക്കി കുറേ പടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മളെ ഉത്സവത്തിനൊക്കെ പൊട്ടിക്കൂലേ, അതേപോലെ ഇങ്ങനെ ഈ സ്പൈ ഷോട്ടോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾ പറയും പടക്കം പൊട്ടിക്കുമ്പോൾ അമ്മയും പപ്പയും കൂടെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴുള്ളത് കുട്ടികളെ പൊട്ടിക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക സുഖമല്ലേ. നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് കാണുമ്പോൾ അവർക്കും അതൊരു സന്തോഷം, അറിയില്ലേ, അതൊരു സമാധാനമല്ലേ. മാത്രമല്ല ഇവരെ പൊട്ടിക്കാൻ വന്നിരിക്കുമ്പോൾ നമുക്കൊരു കയ്യിൽ നിന്ന് പൊള്ളുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. അവരല്ലേ വിഷു, മറ്റേ മോഹൻലാല് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അവരുടെ കാലം അവരെ എൻജോയ് ചെയ്യട്ടെ എന്ന് നമ്മളും വിചാരിക്കുക അല്ലേ. അപ്പൊ മക്കളൊക്കെ വലുതായി. ഇപ്പൊ കണ്ണനിലേക്ക് പോയപ്പം കണ്ണനിതാ വിഷുവിനൊന്നും വരാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മളെ കേരളം വിട്ട് പുറത്ത് ഓരോ സ്റ്റേറ്റിലൊക്കെ പോയാൽ അവർക്ക് ഓണം വിഷു ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ സ്റ്റേറ്റിലാണെങ്കിലല്ലേ നമുക്ക് അന്നേരമൊക്കെ പബ്ലിക് ഹോളിഡേ ഒക്കെ ആയിട്ട് ലീവൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മക്കളൊക്കെ നമ്മളുടെ ഒരു +2 വരെയൊക്കെ ഇപ്പോഴത്തെ മക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഓണവും വിഷു ഒക്കെ നമ്മളെ വീട്ടിൽ സൂപ്പറായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റല്ലേ. അവരൊക്കെ വലുതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഹസ്ബൻഡും വൈഫും ഉണ്ടാവും എല്ലാ വീട്ടിലും. അപ്പോൾ ഈ സാധനം പൊട്ടുന്ന കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ടാവും. ഉത്സവ പറമ്പിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സാധനം നമുക്ക് ഉത്സവത്തിനും മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ വാങ്ങി ചമട്ടം വന്നിട്ട് ഓരോന്ന് വാങ്ങി ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചാൽ തന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടതാ. ഇപ്പോൾ ഈ വർഷം രാത്രിയായി പൊട്ടിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ വർഷത്തെ നമ്മളെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതേപോലെ ഓരോരോ വിശേഷങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വിഷു എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിച്ചത്, ഞങ്ങളുടെ വിഷു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കാർത്തികയിലേക്ക് പോയ വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്കെപ്പോഴും അങ്ങനെയാണ്, എന്താ പറയുക, പണ്ടാരോ പറഞ്ഞ ഇളക്കി പോയാലേ കുട്ടി വരില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇതാണ്. എനിക്ക് ചില സമയത്തൊന്നും ഓർമ്മ വരില്ല. രാവിലെ അമ്മ കണി കാണാൻ വന്നിരുന്നു, അമ്മയും വീട്ടിനടുത്തുള്ള ശൈലേച്ചും സുഷ്മേച്ചും ഒക്കെ വന്നിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ചായയൊക്കെ ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവസാനം മക്കൾ പറയും, പക്ഷെ അമ്മ തീരെ പൊട്ടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കുകയാണ്. ഒരു മൺചിരാത് കത്തിച്ച് വന്ന്. അപ്പോൾ പറയാം അമ്മയ്ക്ക് തീരെ പേടിയില്ലല്ലോ, ഒറ്റപ്പടക്കം എന്താ ചറപറന്നൊക്കെ പറഞ്ഞിട്ട് മക്കളിങ്ങനെ തരാം. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കുക. അപ്പോൾ മക്കളെ അമ്മയ്ക്ക് നല്ല ധൈര്യം ഉണ്ടല്ലേ പടക്കം പൊട്ടിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് നീന്താൻ മാത്രമേ പേടിയുള്ളൂ, ഡ്രൈവിങ്ങിനും നീന്തലിനുമാണ് മക്കളെ എനിക്ക് പേടി, പടക്കം പൊട്ടിക്കാനൊന്നും എനിക്കൊരു പേടിയില്ല. പണ്ടൊക്കെ കമ്പിത്തിരിയൊക്കെ കളിച്ചു. പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ കുറേ ഡയലോഗൊക്കെ പറഞ്ഞ് ആ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫുള്ള് ആ കറുപ്പ് പൊടിയുണ്ട്. അപ്പോൾ തന്നെ സിറ്റ് ഔട്ടൊക്കെ ക്ലീൻ ചെയ്ത് രാവിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നാൽ ഓർക്കം വരില്ല. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാൽ അതൊരു പ്രത്യേക സമാധാനം. മേല് കഴുകണതിന് മുമ്പേ ക്ലീനിങ് കംപ്ലീറ്റ്, സിറ്റ് ഔട്ടല്ല കംപ്ലീറ്റ് വീടും ക്ലീൻ ചെയ്തു. ഞാൻ മുറ്റം അടിക്കുക, രാത്രി തന്നെ അടിക്കുക. പഴയതുപോലെ ഒന്നുമല്ലല്ലോ ഇപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടിക്കുന്ന പോലെ തന്നെ മുറ്റം ഒച്ചയൊന്നും ഇല്ലാതെ അടിച്ചു വരില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു.